നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ മല്ലയ്യ അതിയായ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അഞ്ചംഘട്ട വോട്ടെടുപ്പിന്റെ പോളിംഗ് ശതമാനം പുറത്തു വന്നപ്പോൾ മല്ലയ്യ ആശങ്കയിലായി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ താടിക്ക് കൈവച്ച് ഇരിക്കുകയാണ് മല്ലയ്യയുടെ കറന്റ് സിറ്റുവേഷൻ. ജനങ്ങളെ പറ്റിക്കുകയും അവർക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും കള്ളവോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തപ്പോൾ ആലോചിക്കണമായിരുന്നു മല്ലയ്യ. ജനങ്ങളാരും മണ്ടന്മാരല്ലെന്ന കാര്യം. BJP കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിന്റെ ഉത്തരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ് മോദിക്ക് ഇപ്പോൾ പടിക്കുപടി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെയും മറ്റു പാർട്ടികളെയും കരിവാരി തേക്കാനും മോശമായി ചിത്രീകരിക്കാനും ശ്രമിച്ച BJPക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലേക്ക് നടന്ന 5ാം ഘട്ട വോട്ടെടുപ്പിലും കുറഞ്ഞ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 73% രേഖപ്പെടുത്തിയ പശ്ചിമ ബംഗാളാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. 6 മണി വരെ മഹാരാഷ്ട്രയിൽ 48.88% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കടുത്ത ചൂടും നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ തണുത്ത പ്രതികരണവും 5ാം ഘട്ടത്തിലും മഹാരാഷ്ട്രയിൽ പ്രതിഫലിച്ചു. കർഷക ഭൂരിപക്ഷ പ്രദേശമായ നാസിക്കിലും ദിൻഡോരിയിലും താരതമ്യേന ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. ബോളിവുഡ് താരങ്ങളും വ്യവസായികളും അടക്കം പ്രമുഖരുടെ നിര തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിയെങ്കിലും മുംബൈയിലെ പോളിംഗ് ശതമാനം കുറഞ്ഞു നിന്നു. ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് പോളിംഗ് നടന്ന ഉത്തർപ്രദേശിലും പോളിംഗ് ശതമാനം വേണ്ടത്ര ഉയർന്നില്ല. 57% മാത്രമാണ് ഇവിടെയും പോളിംഗ് നടന്നത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിന്റെ ആവേശം പക്ഷേ അയോധ്യയിലെ ബൂത്തുകളിൽ കണ്ടില്ല. ഇത്തവണയും പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ BJPയിലെ ആശങ്ക തുടരുകയാണ്. മിക്കതും ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടുകൂടി BJP തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും.